ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് VPN എങ്ങനെ യൂസ് ആക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പല ഫ്രീ സെൻസീസും മിക്കവർക്കും ഡൗൺലോഡ് ആക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോലും ജോയിൻ ആകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൈറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അവർക്ക് റീലോഡെന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ആൻഡ്രോയിഡ് യൂസേഴ്സാണ്, iOS യൂസേഴ്സാണ്, എഴുതി കാണിക്കത്ത് പോലും ഇല്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. ഈ പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കുന്നത് VPN വെച്ചാണ്. ഓക്കെ, അപ്പം മിക്കവർക്കും ഞാൻ എല്ലാവരും പറയും VPN യൂസ് ചെയ്യുന്നത്. അപ്പം മിക്കവർക്കും അറിയത്തില്ല VPN എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ് പോകാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് അടിച്ച് വെച്ചോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആൻഡ്രോയിഡിന് കാണിച്ചു തരാം. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് VPN ഡൗൺലോഡ് ആക്കണം. അപ്പം ജസ്റ്റ് ടെർബോ VPN എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ടെർബോ എന്ന് ചെയ്യുമ്പോൾ തന്നെ വരും. ഓക്കെ, ടെർബോ VPN. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറേ VPNs വരും. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് തന്നെ എന്നിട്ട് ഈ ഒരു സിമ്പിൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കുക. ഇതൊരു ഫ്രീ VPN ആണ്, അതാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ VPN വേണമെങ്കിൽ യൂസ് ആക്കാം. ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല. ചിലവർക്ക് മിക്ക VPNസും പെയ്ഡാണ്. അപ്പോൾ ഇതൊരു ഫ്രീ VPN ആണ്. അപ്പോൾ പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേറെ VPNs ഡൗൺലോഡ് ആക്കാം. പിന്നെ വേറെയും ഫ്രീ VPNs ഉണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ആഡ് കാര്യങ്ങളൊക്കെ വരും, ഒന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇവിടെ ടാപ്പ് ടു കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ക്യാരക്ടറിന് വേണം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ VPN കണക്ട് ആകാൻ തുടങ്ങും. അപ്പോൾ ഒരു മുയൽ ഓടുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. ജസ്റ്റ് അതൊന്ന് കണക്ട് ആകുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് അടിക്കുക. അപ്പം നമ്മുടെ VPN ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ആഡ് കാര്യങ്ങളൊക്കെ വരും, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പം ഈ VPN നിങ്ങൾക്ക് ഏത് ലിങ്കാണ് നിങ്ങൾക്ക് വർക്കാകാത്തത്, ലിങ്ക് വർക്കാകുന്നുണ്ടോ നോക്കുക. വർക്കാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വന്ന് ഈ VPN ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, ഈ VPN ഇങ്ങനെ ഓൺ ആക്കുക. ഓക്കെ, VPN ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ലിങ്കാണ് വർക്കാകാത്തത് ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ആക്കുക. ക്ലിക്ക് ആക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് വർക്കായി സൈറ്റിലോട്ട് കയറും, ടെലിഗ്രാം ചാനലിലോട്ട് കയറും. ഓക്കെ, അപ്പം എന്നിട്ടും ഈ VPN യൂസ് ആക്കിയിട്ടും നിങ്ങൾക്ക് റീലോഡെന്ന് പറഞ്ഞാൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. വെബ്സൈറ്റ് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ സൈറ്റ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ VPN യൂസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ VPN ഓഫ് ചെയ്യണം. ഓക്കെ, VPN ഓഫ് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ എല്ലാ യൂസും കഴിഞ്ഞിട്ട് VPN ഓഫ് ചെയ്തോണം. അപ്പോൾ അവിടെ ഒരു X ബട്ടൺ ഉണ്ട് താഴെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്കണക്ട് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ യൂസും കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പരസ്യം വരും, അതൊന്നും കാണണമെന്നില്ല, മാറ്റിക്കോണം. നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇവിടെ VPN. ഇനി നമുക്ക് iOSൻ്റെ കാര്യം നോക്കാം. അപ്പോൾ iOSൻ്റെ എൻ്റെ ഐഫോണിലും സംഭവം VPN യൂസ് ചെയ്ത് വർക്കാകത്തില്ല ലിങ്ക്. ഞാൻ ജസ്റ്റ് ഇവിടെ മീഡിയ ഫയറിൻ്റെ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തു. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് നിൽക്കുമോ, ഇത് അനങ്ങത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും. നമ്മളവർക്ക് നെറ്റിൻ്റെ പ്രശ്നം ഇതാന്നൊക്കെ. എനിക്കിവിടെ നെറ്റില്ല, അത് വേറൊരു കാര്യം. പക്ഷേ നെറ്റില്ലാത്തതുകൊണ്ടല്ല ഇത് VPNൻ്റെ പ്രശ്നമാണ്. VPN യൂസ് ആക്കിയാലേ ഈ ലിങ്ക് ഓപ്പൺ ആകത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ബ്ലോക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് വർക്കാകത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോർ അതിനായിട്ട് ഓപ്പൺ ചെയ്യുക. VPN ഡൗൺലോഡ് ആക്കണമല്ലോ. VPNൻ്റെ പേര് ഒരു മിനിറ്റ്. VPN ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ VPN തന്നെ ഡൗൺലോഡ് ആക്കിയാൽ മതി. ഇതാണ് ആപ്പിളിൻ്റെ അകത്ത് ഏറ്റവും പക്ക VPN ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് പറയും പോയി VPN എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ VPN ഇവിടെ വരും. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് VPN അൺലിമിറ്റഡ് പ്രോക്സി എന്ന് പറഞ്ഞ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കുക. ഞാൻ ഇത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് VPN ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഈ താക്കോലിൻ്റെ പടമുള്ളതാണ് നമ്മുടെ VPN. അപ്പോൾ VPN ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഐഫോണിൽ കണക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. സെയിം പരിപാടി. അപ്പോൾ അതിനായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്റ്റ് ആയ ഉടനെ സൈഡിൽ VPN എന്ന് എഴുതി കാണിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ മണ്ടയ്ക്കൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കൺട്രോൾ പാനൽ വരും. അപ്പോൾ അവിടെയും VPN എന്ന് എഴുതി കാണിച്ചിരിക്കും. അപ്പം അതിനർത്ഥം നിങ്ങളുടെ VPN സക്സസ്ഫുള്ളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ലിങ്ക് വർക്കാകാത്ത ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. നേരത്തെ എനിക്ക് കയറാൻ പറ്റാഞ്ഞ ലിങ്കാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ കയറി. കാരണം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യും. ഇത് നമ്മുടെ പുതിയ സെൻസിയാണ്. അപ്പോൾ ഈ സെൻസി നാളെ ഇടും. ഓക്കെ, അപ്പം അത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ഡൗൺലോഡാക്കി എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങൾ VPN വന്ന് ബാക്കി വരിക. VPN അത് കയറി VPN സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, VPN സ്റ്റോപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ വലിയൊന്നും ഇല്ല, എന്നാലും ഓഫ് ചെയ്ത് തരും. വെറുതെ എന്നാത്തിനാണ് നെറ്റൊക്കെ വലിച്ച് നെറ്റൊക്കെ പോയി അലമ്പാകും. സോ ഓഫ് ചെയ്ത് വിട്ടേരും. അപ്പം VPN ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ VPNൻ്റെ പരിപാടി. സിമ്പിൾ പരിപാടീസാണ്. അപ്പം ഈ ഒരു മെത്തേഡ് വെച്ച് ഏത് ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും VPN എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ,
അപ്പം ഈ ലിങ്ക് ഓപ്പൺ ആകാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സെർവർ ഡൗൺ ആയിരിക്കും. ടെലിഗ്രാമിലെ ലിങ്കൊക്കെ ഓപ്പൺ ആകാത്ത ചില ഫോൺസിനകത്ത് ഓപ്പൺ ആകത്തില്ല, അത് സെർവർ ഡൗൺ ആണ്. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഫെയർ ലിങ്കൊക്കെ ലിങ്കൊക്കെ മിക്ക ആൻഡ്രോയിഡ് ഫോണിലും ഒന്നും ഓപ്പൺ ആകത്തില്ല. അത് ഓപ്പൺ ആകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മീഡിയ ഫെയർ ഇന്ത്യയിൽ ബാൻഡ് ആണെന്നാണ്. അപ്പോൾ ബാൻഡായ സാധനമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരും, നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ മാറ്റി വേറെ ലൊക്കേഷനാക്കി തരും. സോ ഇന്ത്യയിൽ ബാൻഡായ സാധനം ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. ആ സെയിം പരിപാടിയാണ് ഈ VPN യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ചിലർ വിചാരിക്കും ഈ IP അഡ്രസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫോണിന് വല്ല ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമെന്ന്. അങ്ങനെ ഒന്നും തന്നെ വരത്തില്ല, ഇതൊക്കെ ജസ്റ്റ് തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ IP അഡ്രസ്സ് മാറ്റുന്നതുകൊണ്ടോ VPN യൂസ് ചെയ്യുന്നതുകൊണ്ടോ ഫോണിന് ഒരു പ്രശ്നവും വരത്തില്ല, അത് ഞാൻ ഗ്യാരൻറ്റീഡാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇതിനേലും നല്ലൊരു അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ജസ്റ്റ് സൈനിങ് ഔട്ട്. സോ ഓക്കെ, ബൈ.